ഈ കൊച്ചെ അമ്പിളി ദിവസവും പറയുന്ന സാവകാശം വേണം എന്ന് പറഞ്ഞാ പോട്ടെ. സാവകാശം വേണം. എത്ര സമയം? ഒരു 15 മിനിറ്റ് പോട്ടെ. ഒരു അരമണിക്കൂർ. ഒരു അരമണിക്കൂർ അവിടെ നല്ല നീ. അതല്ലേ ചേട്ടാ. പിന്നെ ഏതല്ലെന്ന്? അല്ല, കുറച്ച് നാള് തരുമോന്ന് ചോദിക്കായിരുന്നു. കുറച്ച് നാളെന്ന് പറഞ്ഞ എത്ര നാള്? ഒരു 5 വർഷം മതി ചേട്ടാ. വള്ളി ഞാൻ വിളിച്ചു പറയും കേട്ടാ. തള്ളയോ? ആരാടോ തന്റെ തള്ള? ആരാ തന്റെ തള്ള? ചേച്ചി ഒന്ന് അടങ്ങിയിരിക്കും ചേച്ചി. ഇനി എവര് സംസാരിച്ച് ഞാൻ പലിശ കൂട്ടും കേട്ടോ. ചേട്ടാ സത്യമായിട്ട് ഞാൻ പറഞ്ഞേ, അമ്പിളി ഇത്ര ഇല്ലായിരുന്നു. അവനെ 1 വർഷമാണ് കടം പറയുന്നത്. ഇത് 5 വർഷം വേണമെന്ന്. ചേട്ടാ ഞാൻ പറയുന്നൊന്ന് കേക്ക് ചേട്ടൻ. നിങ്ങൾ ഒന്നും പറയണ്ട. കാശ് കൊണ്ടെങ്കിൽ എടുക്ക് ചേട്ടാ പ്ലീസ്, ഞാൻ പറയുന്ന കേക്ക്. ഇനി എവര് സംസാരിക്കരുത്. ഇല്ല എവര് സംസാരിക്കരുത്. ചേട്ടാ വാ തുറന്നാ ഞാൻ പലിശ കൂട്ടും. ചേട്ടാ ഒന്ന് കേക്ക് ചേട്ടാ. കേക്ക് ചേട്ടാ കേബിൾ ഓഫീസിൽ നിന്ന് സാധനങ്ങൾ മുഴുവൻ എടുത്തോണ്ട് പോയില്ലേ? എടുത്തോണ്ട് പോകും. 16 ലക്ഷം രൂപയും ഭരിച്ചതാണുള്ളത്. കണക്ഷനും കട്ട് ചെയ്തില്ലേ? കേബിൾ ഓഫീസിൽ നിന്ന് സാധനം എടുത്തിട്ട് പോയാൽ പൈസ ഒന്ന് മിണ്ടാണ്ടിരിക്കോ? പറഞ്ഞോട്ടെ ചേച്ചി. കേബിൾ ഓഫീസ് നോക്കി നടത്തി ചേട്ടന്റെ പൈസ കൃത്യമായിട്ട് ഞാൻ തിരിച്ചു തന്നോളാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ആ സാധനങ്ങളൊക്കെ തിരിച്ചതാ. ചേട്ടൻ കണക്ഷൻസ് എല്ലാം കട്ട് ചെയ്തില്ലേ? അതൊന്നും ഇല്ലാതെ പിന്നെ എങ്ങനെ എനിക്ക് നടത്താൻ പറ്റുക? എങ്ങനെയാ ചേട്ടന്റെ പൈസ ഞാൻ തിരിച്ചു തരിക? അതുകൊണ്ട് അതൊക്കെ ഒന്ന് തിരിച്ചതാ ചേട്ടാ. അപ്പൊ അമ്പിളിയോ? അമ്പിളിക്ക് ഗൾഫിൽ പോവാൻ പോവാ. അവിടെ ഉണ്ടായിരുന്നപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ കണ്ടിട്ടേ ഇല്ല. ഗൾഫിലുള്ളവർക്ക് തന്നെ ആയിരുന്നു. ചേട്ടാ ഇത് അങ്ങനെയല്ല. ശരിക്കും അമ്പിളി പറഞ്ഞു വിട്ട നാടകമല്ലേ ഇത്? എന്റെ പൊന്നേട്ടാ, ചേട്ടനൊന്ന് വിശ്വസിക്ക്. അമ്പിളിക്ക് അറിഞ്ഞിട്ട് പോലും ഇല്ല. അമ്പിളി അറിയാ അവനെ എങ്ങനെ ഗൾഫിൽ വിടും നിങ്ങള്? ചേട്ടാ ചേട്ടന്റെ പൈസ ഞാൻ ഉറപ്പായിട്ടും തിരിച്ച് തന്നോളാം. അതിന്റെ പേരിൽ ഇനി പ്രശ്നം ഉണ്ടാക്കരുത്. ഒന്ന് മനസ്സിലാക്ക്. തന്നോളാം. ഒന്ന് സപ്പോർട്ട് ചെയ്യിട്ടാ. അല്ല കേട്ടാ, ഇത്രയും സംസാരിച്ച് നമ്മൾ കമ്പനി ആയ സ്ഥിതിക്ക് ഇവള് പറയുന്ന കാര്യത്തെ അങ്ങ് അംഗീകരിക്കേ. ഇങ്ങനെയൊക്കെയുള്ള സുഖം ഉണ്ടായിരുന്ന കയ്യില്? ശബ്ദമൊക്കെ അങ്ങ് മാറിയല്ലോ. ചേട്ടാ ഇത് അമ്പിളിക്ക് പറയുന്നത് പോലല്ല, പെണ്ണുങ്ങളുടെ വാക്കാ, മാറത്തില്ല. ചേട്ടൻ ദയവ് ഇതിന് പ്രശ്നം ഉണ്ടാക്കരുത്. അമ്പിളിക്കെ ശല്യപ്പെടുത്തരുത്. തിരിച്ച് തന്നോളാം ചേട്ടാ. ഒന്ന് വിശ്വസിക്കും പ്ലീസ്. മുതലാളി, എന്തെങ്കിലും ചീത്തെങ്കിലും പറ. ഒന്നും മിണ്ടാണ്ടിരിക്കുമ്പോൾ ഒരു സങ്കടം വരുന്നു. എന്ത് പറയാനാടാ ഇനി? എൻ്റെ ബാധ്യതകളെ കുറിച്ച് ഈ പഞ്ചായത്തിൽ ഇനി അറിയാൻ ആരുമില്ല. ആരെന്നൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ച് അവർ മുഴുവൻ കാര്യങ്ങൾ അറിഞ്ഞു. പങ്കിയമ്മാനൊരു കാര്യത്തിന് പറഞ്ഞു വിട്ട് പുള്ളി അത് പോയി കൊളവാക്കി. ഗതികെട്ടവും തലമുട്ടടിച്ചപ്പോൾ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഞാനിരിക്കണത്. കൊടുക്കാനില്ലവർക്കെല്ലാം കൊടുക്കണം പൈസ. എന്നാ ശരിയാവും. അത് നീ എന്നോട് പറഞ്ഞു തന്നിട്ട് വേണോ? പൈസ കൊടുക്കാനുള്ളവർക്ക് കൊടുത്താൽ എൻ്റെ പ്രശ്നം തീരുമെന്ന് എനിക്കറിഞ്ഞൂടെ? നീ ഇടക്കിടക്ക് ഇതിങ്ങനെ പറയണ്ടല്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് കേട്ടാ. എന്തിനാ തലമാന്തണ? നിന്നെ അല്ലാതെ ഞാൻ ആരെ വഴക്ക് പറയാനാണ്? വല്ല ഐഡിയ ഉണ്ടാ കയ്യിൽ രക്ഷപ്പെടാൻ? ഐഡിയ ഉണ്ട്. എന്നാ പറ. നല്ലൊരു ഐഡിയ ഉണ്ട്. പറയ്. നല്ലണ ചീത്തനാന്ന് ഞാൻ കേക്കട്ടെ. ഷാഹിന പറഞ്ഞ പോലെ ഗൾഫിലേക്ക് പോ. നല്ല പൈസ ഉണ്ടാക്കിയിട്ട് വാ. ഇവിടുത്തെ കടവും തീർത്തിട്ട് ബാക്കി നമുക്ക് ലാവിഷായി ജീവിക്കാം. ഇതാണ് ഐഡിയ. എടാ, ഗൾഫിൽ പോണ പരിപാടിക്ക് ഞാനില്ല. ഈ നാട്ടിൽ നിന്നിട്ടുള്ള കാര്യങ്ങൾക്കേ ഞാനുള്ളൂ. അതെയാ? അത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. നമ്മൾ ഈ കുറ്റിയിലപ്പം ഇരുന്നിട്ട് ആലോചിക്കും. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈയിടെ നമ്മൾ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ കേബിളും പരിപാടിയൊക്കെ ആര് നോക്കും? കേബിള് നമുക്ക് ഷാഹിനെ ഏൽപ്പിക്കാം. നീ എന്താ പറയണ? അവൾക്ക് അതൊന്നും നോക്കി നടത്താനുള്ള വകതിരൊന്നുമില്ല. ആര് പറഞ്ഞു? എടാ, നമ്മൾ നോക്കിയിട്ട് തന്നെ ആളുകൾ തെറി പറഞ്ഞ് ഓടിച്ചിടയാണ്. അപ്പൊ അവക്കത് നടത്താൻ പറ്റുമെന്ന് നിനക്ക് തോന്നണ്ടാ? നമ്മൾ നോക്കിയിട്ട് മൊത്തം നഷ്ടമല്ലേ? ഓള് നഷ്ടമൊന്നും വരുത്തൂല, കടം വരുത്തൂല. ഓള് നോക്കട്ടെ, നഷ്ടവും ലാഭവും നോക്കണ്ട. എന്തേ? അതാ നല്ല വഴി. അല്ല ഇവിടെ നിന്നുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ആരാന്ന് എപ്പോഴും നമ്മളെ പിടിക്കാൻ വരുന്നത് പറയാൻ പറ്റില്ല. ആടിയിട്ട് പറ്റ പൈസ കൊടുക്കാനുണ്ട്. വിട്ടോ? അതൊന്നും ശരിയാവില്ലടാ. വേറെ എന്തെങ്കിലും ആലോചിക്കാം. ശരിയാവും. കടവില്ലാണ്ട് ഓള് നന്നായിട്ട് കൊണ്ടുപോകും. ഉറപ്പ്. നിനക്കെന്താ ഇത്ര ഉറപ്പ്? എനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് നടക്കൂല. സത്യം പറഞ്ഞാൽ ഈ പണി നമ്മളെ പണിയല്ല. എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ നിനക്ക്? മനസ്സിലായി. ആ
ഞാൻ ആലോചിച്ചിട്ടേ ഷാഹിന പറഞ്ഞ തന്നെയാ ശരി. ഇതിനെ പറ്റി ഇപ്പൊ നിങ്ങൾ ഇനി കൂടുതൽ ആലോചിക്കാനൊന്നും പോകണ്ട. കേബിളിന്റെ ഓഫീസ് അവള് തന്നെ നടത്തട്ടെ. അമ്മേ, ഞാൻ അപ്പൊ അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അന്നേരം ഒരു ധൈര്യത്തിന് പറഞ്ഞതാ, അല്ലാതെ ഞാൻ അതിനെ പറ്റി ആലോചിച്ചിട്ട് പോലുമില്ല. എടി, ഇങ്ങനെയൊക്കെ തന്നെ ഓരോ കാര്യങ്ങൾ തുടങ്ങുന്നത്. നീ ധൈര്യമായിട്ട് തുടങ്ങും, ഞങ്ങളൊക്കെ കൂടിയില്ലേ. അമ്മ ഇതെന്താ ഈ പറയുന്നത്? അവള് കൊച്ചല്ലേ, അവൾക്ക് ഇത്ര ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറായിട്ടുണ്ടോ? കേബിൾ ഓഫീസ് ആകുമ്പോഴത്തേക്കിന് എന്നും കംപ്ലൈന്റും പ്രശ്നങ്ങളുമാ. അവളിതെല്ലാം കൂടെ എങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത്? എടി, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇപ്പൊ പെണ്ണുങ്ങൾ ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന കാലാണ്. അവള് തൻ്റെതായിട്ട് അത് നടത്തട്ടെ. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി വേണ്ടേ? എന്നും ഒന്നും ഞാനുണ്ടാവോ? അല്ല, അപ്പൊ അമ്പിളി എന്ത് ചെയ്യും? അമ്പിളിയോട് എന്ത് പറയും? അമ്പിളിനെ പിടിച്ച് മുറിയിൽ പൂട്ടിയിടാം, അല്ലാണ്ട് പിന്നെ. അമ്മ ഇതെന്താ പറയുന്നത്? അമ്പിളി എന്താ കുഞ്ഞു കുട്ടിയോ? മുറിയിൽ അങ്ങോട്ട് പിടിച്ചിട്ട് ഉടനെ അങ്ങോട്ട് അവിടെ തന്നെ ഇരിക്കാൻ നടക്കുന്ന കാര്യം വല്ലതും പറയാമേ? അമ്മേ, അമ്പിളിക്കനെ പൂട്ടിയിടൊന്നും വേണ്ട. ജമാലി മാമ പറഞ്ഞ പോലെ അമ്പിളിക്ക് ഒന്ന് ഗൾഫിൽ പോയാൽ മതിയായിരുന്നു, രക്ഷപ്പെടും. അവിടെ പോയി കുറച്ചാൾ നിന്നാ ഈ കടമൊക്കെ വീട്ടാനും പറ്റും, ഒരു സമാധാനത്തോടെ കുറച്ചാൾ നിൽക്കാനും പറ്റും. അവൻ ഗൾഫിലൊന്നും പോവില്ല എൻ്റെ കുട്ടിയെ. നിങ്ങൾക്ക് അവനെ അറിയാഞ്ഞിട്ടാണ്. അവൻ പണ്ട് ചെറുപ്പത്തിലേ ബന്ധുക്കളുടെ വീട്ടിലെവിടെയെങ്കിലും പോയി നിൽക്കേണ്ട അവസ്ഥ വരുമ്പോൾ എന്നെയോ അനന്തിനോ കൂട്ടു വിളിക്കും. അതാണ് അവന്റെ സ്വഭാവം. അവൻ എങ്ങനെ ഗൾഫിൽ പോവാനാ? അത് ചെറുപ്പത്തിലെ കഥയല്ലേ. ഇപ്പൊ ഇത്രയും വലുതായില്ലേ, കല്യാണം കഴിഞ്ഞില്ലേ, ഇപ്പൊ ഇത്ര നാളായില്ലേ, ഇനി ഇങ്ങനെ ഉഴപ്പി കിടക്കാൻ പറ്റുമോ അമ്മേ? അവള് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഗൾഫിൽ പോകുന്നത് തന്നെയാണ് നല്ലത്. അവിടെ ചെല്ലുമ്പോൾ തനിച്ചാകുമ്പോൾ കുറച്ച് ഉത്തരവാദിത്തമൊക്കെ വരും. പിന്നെ നോക്കാനൊക്കെ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ അവിടെ ഇല്ലേ? അവിടെ എല്ലാരും ഉണ്ട്. അപ്പൊ പിന്നെ അത് തന്നെ അമ്മേ നല്ലത്. അമ്മേ, ഞാൻ എത്ര പറഞ്ഞാലും അമ്പിളിക്ക് കേൾക്കത്തില്ല. അമ്മ ഒന്ന് പറയാവോ? ഞാൻ പറഞ്ഞാലും അവൻ കേൾക്കൂല കുട്ടിയെ. അച്ഛൻ പറഞ്ഞ കേക്കോ? എവിടെ? മൂർത്തി പറഞ്ഞ കേക്കില്ല, പിന്നെ ശാന്തി. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാനൊന്ന് പറ. ഒരാള് പറഞ്ഞാലേ അമ്പിളി ഗൾഫിൽ പോവാൻ സമ്മതിക്കാൻ സാധ്യതയുണ്ട്. അതാ ചേച്ചി? എന്താ മങ്കിയമ്മ ഈ സമയത്തൊരു കിടത്താം? പതിവില്ലാത്താണല്ലോ ഇതൊക്കെ. ഏയ്, വെറുതെ അങ്ങനെ കിടന്നതാ. എന്താ രണ്ടാളും കൂടി? പങ്കിയമ്മാന് കൊട്ടേഷന്റെ പരിപാടി ഉണ്ടോ? കൊട്ടേഷനോ? ഓ, കേട്ടിട്ട് പോലും ഇല്ലാത്ത പോലെയാണല്ലോ പറയണത്. എന്താ സംഭവം? കാര്യം എന്താ പറയും? ഒന്നും അറിയാൻ വയ്യാത്തോല് പറയുന്നു നോക്കിയേ. ആ പലിശക്കാരൻ കിട്ടണ തല്ലാൻ വേണ്ടിട്ട് അമ്മാവനല്ല ആളെ വിട്ടത്. അത് ശരി. അത് ആ അമ്പിളീനെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ഒന്ന് ചെയ്തതാണ് എന്റെ മക്കളെ. അത് ആകെ ആകെ അബദ്ധായില്ലേ? അവര് കേബിൾ ഓഫീസിൽ നിന്ന് വന്ന് സാധനങ്ങളെല്ലാം എടുത്തോണ്ട് പോയിന്നേ. സാധനങ്ങൾ എടുത്തോണ്ടോയോ? അയ്യോ, അറിയാത്ത പോലെ. അല്ല, അതൊന്നും ഞാൻ അറിയില്ല. എന്തിനാണ് ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്ന അമ്മാവാ? അത് പോട്ടെ, അപ്പൊ അത് പറയാൻ വേണ്ടിട്ടല്ല വന്നത്. ഇവക്കേ അമ്മാവനോട് വന്നത് നേരിട്ട് പറയാനൊരു മടി. എന്താണ്? അമ്പിളി ഇങ്ങനെ അതും ഇതൊന്നും അല്ലാതെ ഇവിടെ നിൽക്കല്ലേ. ഇവള് പറയുന്നതേ ജമാൽ എന്തോ ദുബായിക്കുള്ള വിസ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മാവാ, വാപ്പയാണെങ്കിലും പറഞ്ഞു അമ്പിളിക്കൊന്നും അവിടെ എത്തിപ്പെട്ട സഹായിക്കാൻ ബന്ധുക്കളൊക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ലാന്ന്. പക്ഷെ ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല. അമ്മാവൻ പറഞ്ഞാ കേൾക്കും. ഒന്ന് പറ അമ്മാവാ. എത്തിപ്പെട്ട സഹായിക്കാനൊക്കെ ആൾക്കാരുണ്ടാവും. ആളങ്ങടെ എത്തിപ്പെട്ടണ്ടേ? അതിനല്ലേ അമ്മാവന്റെ സഹായം ചോദിച്ചു വന്നേ. ഞാൻ എന്ത് സഹായിക്കാനാ? 10 പൈസ ഗതിയില്ലാതിരിക്കണ ഞാൻ. അതല്ല അമ്മാവ, അമ്മാവൻ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ കടവും കാര്യങ്ങളൊക്കെ ആയിട്ട് മനസ്സമാധാനം ഇല്ലാതെ മുന്നോട്ട് പോകുന്നേ. അമ്പിളിക്കാണേലും ഇപ്പൊ പുറത്തു പോലും ഇറങ്ങണില്ല. ആൾക്കാരൊക്കെ ചോദിച്ച പൈസ തിരിച്ചു ചോദിക്കാന്നുള്ളതുകൊണ്ട് എങ്ങനെയാ ഞാനിതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അതുകൊണ്ടാ അമ്മാവൻ പറഞ്ഞ അമ്പിളിക്ക് കേൾക്കാതിരിക്കത്തില്ല. ഒന്ന് പറ. എന്തൊരു കഷ്ടം നോക്കിയേ. ഇത് മാനത്തെ അമ്പിളീനെ പിടിക്കണം എന്ന് പറഞ്ഞ വേണമെങ്കിൽ ചെയ്യാം. ഈ ചെക്കനോടൊന്നും പറഞ്ഞാൽ കൂട്ടാക്കില്ലല്ലോ. ഇതൊക്കെ ഇതിന് മുമ്പൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണെന്നേ. അവനൊന്നും ഇവിടെ നിന്ന് വിട്ടു പോവാൻ താല്പര്യമില്ല. അതാണ്. അമ്മാവൻ ഇങ്ങനെ ഉപേക്ഷ വിചാരിക്കരുതേ. അമ്പിളി ഇനി ഇവിടെ നിന്നാലും വലിയ കാര്യമൊന്നുമില്ല. കേബിൾ ഓഫീസ് എന്ന് പറഞ്ഞ് ചുമ്മാ കടങ്ങൾ കൂടുന്നതല്ലാതെ ഇവക്കും ഒരു സമാധാനം ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും അമ്പിളിയെ ദുബായിക്ക് വിടണം. അമ്മാവൻ വിചാരിച്ച കാര്യം നടക്കും. ഞാൻ പറഞ്ഞു നോക്കാം. ഒന്ന് പറഞ്ഞു നോക്കാം. പറഞ്ഞു നോക്കിയാ പോരാ, സമ്മതിപ്പിക്കണം അമ്മാവൻ. ഇല്ലെങ്കിൽ അമ്മാവന് ഞങ്ങൾ കൊട്ടേഷൻ തരും. ചെല്ലി നോക്കട്ടെ. അവനായതുകൊണ്ടാണേ. ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. അമ്മാവൻ വിചാരിച്ചാൽ നടക്കും കേട്ടാ. ലക്ഷ്മിക്കൊന്നും വേണ്ട കേട്ടോ. ഒക്കെ ശരിയാവും. എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഓരോന്നൊക്കെ കാര്യമാക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞോട്ടെ.
എല്ലായിടത്തും കിടക്കുന്ന കുട്ടികളെ കെട്ടിക്കൊണ്ടെന്ന് ചില്ലറ കാശാച്ച വേണ്ടിയില്ലേ 10-20 ലക്ഷം ഉറുപ്പ്യൊക്കെ എന്ന് പറഞ്ഞാൽ ആരെ കൊണ്ട് സാധിക്കും ഇതൊക്കെ വീട്ടാൻ? പറഞ്ഞാട്ട് കൂട്ടാക്കൂല. അതേ, അമ്മാവനെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്നെ ഇവിടെ നിന്ന് നാട് കടത്താന്ന് നിങ്ങൾ കരുതണ്ട. ഞാൻ ഇവിടം വിട്ട് പോകാൻ ഉദ്ദേശിക്കണമില്ല. എൻ്റെ അമ്പിളി, നീ എന്താ ഈ പറയാം? നിന്നെ നാട് കടത്താൻ വേണ്ടിയിട്ടാണോ പങ്കിയമ്മാവൻ ഈ വക വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ആണോ? എടാ, സംഗതി നീയും ഞാനും കാണുമ്പോൾ കീരിയും പാമ്പാണെങ്കിലും നീയും അനന്തരൊന്നും ഇവിടെ ഇല്ലാത്ത അവസ്ഥേനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത ആളാണ് ഞാൻ. അല്ലാണ്ട് നിങ്ങളുടെ അമ്മയുടെ ആങ്ങളാന്നുള്ള നിലയ്ക്കൊന്നല്ല ഞാൻ ഇവിടെ നിൽക്കണേ. നിങ്ങൾ എന്നോടൊരു സുഹൃത്തിനെ പോലെ പെരുമാറണോണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നീ ആ ജാതി വർത്താനം പറയല്ലേ. നീ നിന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കിയേ. എന്താ ഇപ്പോഴത്തെ സ്ഥിതി? ആ കിട്ടെന്ന് പറഞ്ഞാൽ ഒറ്റൊരുത്തൻ്റെ കാര്യം ആലോചിച്ചാൽ ഇവിടെ നിൽക്കാൻ തോന്നും. നീ എങ്ങനെ ഇവിടെ നിൽക്കണം എനിക്ക് ആലോചിക്കാൻ വയ്യ. അത് മാത്രല്ലടാ, നമുക്കൊരു ഗതിയില്ലാത്തൊരവസ്ഥയിൽ 10 പൈസ ഇല്ലാണ്ട് സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നീ ഈ തളർന്നൊടിഞ്ഞ് നിൽക്കണം, എനിക്ക് കാണാൻ വയ്യ എൻ്റെ അമ്പിളി. നീ ആ നിൽക്കണ രീതിയിൽ തന്നെ നിൽക്കണം. അങ്ങനെ നിൽക്കണമെങ്കിൽ നിൻ്റെ കയ്യിൽ ചിക്കിളി വേണം. അല്ലാണ്ട് ഈ വക വർത്താനം കൊണ്ടൊന്നും കാര്യം നടക്കില്ല. അല്ലാണ്ട് ഇപ്പൊ നീ കാലകാലം ഒരു 1-2 കൊല്ലം പോയി നിൽക്കാനാ ഈ പറയണത്. അമ്മാവ, അത് ഞാൻ ആലോചിക്കാതിരുന്നിട്ടല്ല. നമ്മളുടെ പ്രശ്നങ്ങൾ കൊണ്ട് 1-2 കൊല്ലം കൊണ്ട് തീർക്കാന്നും പറഞ്ഞ് ഗൾഫിൽ പോവും. പിന്നെ ആയുസ് മുഴുവൻ അവിടെ കിടന്ന് നരയിക്കും. ഇങ്ങോട്ട് തിരിച്ചു വരാനൊക്കൂല. ഇപ്പൊ പോയവരുടെ കാര്യമൊക്കെ തന്നെ നമുക്ക് കണ്ടുകൂടെ? എടാ, അത് ഏതെങ്കിലും പാവങ്ങളൊക്കെ ഈ പറഞ്ഞ മാതിരി ഉള്ളതൊക്കെ നാട്ടിൽ നിന്ന് വിറ്റ് പെറുക്കി സ്ഥലവും ഇല്ല വീടും ഇല്ല. അപ്പൊ അതൊക്കെ ഉണ്ടാക്കാനുള്ള അവന്റെ സ്ട്രഗിള്. അല്ല, നിനക്കിപ്പോ അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? സ്ഥലവും വീടും ഇല്ലായിക്കണ്ടോ? നീ ഉണ്ടാക്കി വെച്ച ആ കടവും ബാധ്യതയൊക്കെ അങ്ങോട്ട് തീർത്ത് അങ്ങോട്ട് പോന്നോ? ഏതാൾക്കാർക്ക് അപ്പൊ ഗൾഫിൽ അങ്ങോട്ട് പോയിട്ട് അധ്വാനിക്ക് അത്ര വലിയ സന്തോഷമുള്ളത്? ആർക്കും ഇല്ല. ബുദ്ധിമുട്ടുണ്ടായി പോണത്. പിന്നെ അങ്ങനെ പോയിട്ടുള്ള ആൾക്കാരെന്നല്ലേ ഇപ്പൊ അന്തസ്സായിട്ട് നമ്മുടെ നാട്ടിൽ പലരും ജീവിക്കണത് അല്ലേ? ഓരോരോ പ്രവാസികൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് ഈ ഗൾഫ് മണി കൊണ്ട് തന്നെയല്ലേ? അല്ലാണ്ട് എവിടുന്നാ? അപ്പൊ കിട്ടായികൊന്നുമില്ല. അധ്വാനിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ടിരുന്നോ. നിന്റെ കടക്ക നീ വീടിയിട്ട് ഇങ്ങോട്ട് വരും. അതിനധികം കാലതാമസമൊന്നും വേണ്ട. പിന്നെ ഇപ്പോൾ അവിടെ ആരും ഇല്ലായികൊന്നുമില്ല. നമ്മുടെ പാർട്ടി ബന്ധത്തിലൊക്കെ പല ആൾക്കാരും ഉണ്ട്. എന്തെങ്കിലും സഹായമൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ. ആ ധൈര്യത്തിലല്ലേ ഞാൻ ഈ പറയണേ. അധ്വാനിക്കാൻ എനിക്ക് മടിയുണ്ടായിട്ടല്ല അമ്മാവ. എനിക്ക് നിങ്ങളെയൊക്കെ വിട്ടും ഈ നാട് വിട്ടും ഈ പ്രസ്ഥാനം വിട്ടൊന്നും പോകാനൊക്കൂലെന്നേ. മനസ്സനുവദിക്കണില്ല. എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, രക്ഷപ്പെടണമെന്നുള്ളൊരു ചിന്തയാണ് ചെറുപ്പം തൊട്ടേ. നീ ഇപ്പൊ പറഞ്ഞ ഈ കാര്യം അത് ഇവിടെ വിട്ടിട്ട് അവിടെ ചെയ്യാൻ അങ്ങോട്ട് തീരുമാനിക്കും. അവന്ന് ആലോചിച്ചൂടെ നിനക്ക്? പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സ്ഥലത്തുനിന്ന് നീ മാറിയാൽ തന്നെ, ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറിയാൽ തന്നെ നിനക്ക് കുറെ സ്വസ്ഥത കിട്ടും. ആ മനോഹരനെ വിട്ടാൽ തന്നെ ലക്ഷങ്ങൾ ഉണ്ടാക്കാലോ നിനക്ക്. അവൻ ഉണ്ടാക്കണ നഷ്ടം നിനക്ക് അവിടെ ഉണ്ടാവില്ലല്ലോ. അമ്പിളേ, പറയണ കേൾക്കുവാണ്. നീ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കണത് പങ്ക്യാമന് കാണാൻ വയ്യ. നീ ഇങ്ങനെ തളർന്നൊടിഞ്ഞ് നിൽക്കണത് ഞാൻ കണ്ടിട്ടില്ല. ഷായനൊക്കെ ഓരോ വർത്തമാനത്തിലും അവളുടെ കണ്ണ് നിറയണത് ഞാൻ കാണുന്നു. അത് ശരിയാവില്ല. നീ കുറച്ച് ദിവസം ഒന്ന് മാറിയേക്ക്. കുറച്ച് നാള് അത്രയല്ലേ വേണ്ടു. ഞാൻ പറഞ്ഞില്ലേ, അധികം കാണുന്നില്ലല്ലോ. ആ ബാധ്യതകൾ അങ്ങനെ തീരുമ്പോൾ സന്തോഷത്തിൽ തിരിച്ചു വരാനോ. അതുകൊണ്ടാ പറയുന്നത്, എല്ലാം നന്നാവേ ഉള്ളൂ. ധൈര്യമായിട്ട് പോയി വാടാ. ഞാനേ പങ്ക്യമാമനോട് ഇത്തിരി വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. പുള്ളിക്കാണെ ഭയങ്കര സങ്കടം. നാളെ പോകേണെന്ന് പറഞ്ഞപ്പോ ഞാൻ പാസ്പോർട്ടും വിസയൊക്കെ എടുത്ത് വെച്ചിട്ടില്ലേ? ബാഗിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? രാവിലെ ഇറങ്ങണം. എന്താ നിനക്കൊരു സന്തോഷമില്ലായിക? നമ്മുടെ കടമൊക്കെ വീട്ടണ്ടേ? കടമൊക്കെ വീട്ടിൽ നമുക്ക് 4 ആളുടെ മുമ്പിൽ നല്ല പവറോടെ നിൽക്കണ്ടേ? അല്ലാതെ മനസ്സുണ്ടായിട്ടല്ല ഞാൻ പോണത്. ആ, നീ നിർബന്ധിച്ചുകൊണ്ടല്ലേ ഞാൻ പോകാന്ന് പറഞ്ഞത്. പിന്നെ എന്താ മിണ്ടാതിരിക്കണ? എന്താടി എന്നോട് ദേഷ്യമുണ്ടോ? എന്തിനി? അല്ല, ഞാൻ നിർബന്ധിച്ചിട്ടല്ലേ ഇക്ക ഗൾഫിൽ പോണേ? അതൊന്നുമല്ല. ഇത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചെടുത്ത തീരുമാനമാണത്. ഇനി ഇങ്ങനെ കടവും ബഹളവും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് ഓടിയിട്ട് കാര്യമില്ല. കുറച്ച് നാൾ പോയി മാറി ഇന്ന് ജോലി ചെയ്ത് നമ്മുടെ കടമൊക്കെ വീട്ടി കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ച്
സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്കിവിടെ താമസിക്കാം. അതിനുവേണ്ടി ഞാൻ മനസ്സറിഞ്ഞു പോവുകയാണ്. നിന്നിട്ടുണ്ട് പോകാൻ എനിക്ക് വിഷമമില്ലാഞ്ഞിട്ടല്ല. ഞാനും കൂടെ വരട്ടെ? നിന്നെ കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്. നീ ഇപ്പം എൻ്റെ കൂടെ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഇങ്ങോട്ട് വരാൻ തോന്നില്ല. ഇതിപ്പോൾ നീ ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് അവിടെ ജോലി ചെയ്ത് നമ്മുടെ ബാധ്യതകളൊക്കെ തീർത്ത് എനിക്ക് പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് വരാൻ തോന്നും. എനിക്ക് ഈ വീടും നമ്മുടെ അച്ഛനും അമ്മയും പങ്കിയാമ്മയും ഏട്ടന്മാരും ഏടത്തിമാരും നീയും ഒക്കെ ഉള്ള ഈ നാടും വീടുമാണ് ഇഷ്ടം. പൈസ കുറേ സമ്പാദിച്ചിട്ട് എന്താ കാര്യം? നമുക്ക് സന്തോഷം വേണ്ടേ? അധികം കാലമൊന്നും ഞാൻ മാറി നിൽക്കില്ല. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർത്താൽ ഞാൻ കുറേ അറബി പൊന്നൊക്കെ ആയിട്ട് നിനക്ക് വേണ്ടി വരില്ലേ? പിന്നെ നീ എപ്പോഴും പറയൂലേ നിന്നെ സൗദിയിൽ നിന്ന് പെണ്ണ് കാണാൻ വന്ന് സൗദിയിൽ നിന്ന് പെണ്ണ് കാണാൻ വന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പ്രാന്താക്കൂലേ? അതൊക്കെ ഞാൻ വെറുതെ പറയുന്നല്ലേ. ആടി ഞാനും ഇപ്പൊ ദുബായിക്കാരനല്ലേ. ദുബായിക്കാരന്റെ ഭാര്യ എന്ന് നിനക്ക് പറഞ്ഞുകൂടെ ഇവിടെ? നീ ഇങ്ങനെ തളർന്നൊടിഞ്ഞിരിക്കരുത്. നീ പാറി പറന്ന് സന്തോഷത്തോടെ ഇവിടെ നടക്കണം. അമ്പിളിക്കാനും ഒന്ന് വീഡിയോ കോൾ ചെയ്താൽ നിനക്ക് കാണാനല്ല. എന്നാലും ഇക്ക ഇവിടെ ഉള്ളതുപോലെ ആവില്ലല്ലോ. അതൊക്കെ ഉണ്ട്. പക്ഷെ നീ എൻ്റെ മനസ്സ് കളയരുത്. നീ തന്നെ ധൈര്യമാണ് എൻ്റെ ധൈര്യം. അതെ, 1-2 ഗൗരവമുള്ള കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കാനുണ്ട്. എന്തേക്കാ? ഞാൻ അതൊക്കെ ഒന്ന് എടുക്കട്ടെ. ഇതൊക്കെ ഐശ്വര്യമായിട്ട് നീ വാങ്ങും. ഇത് നമ്മുടെ കേബിൾ ടിവിയുടെ കണക്കും കാര്യങ്ങളുമാണ്. ആ ബുക്കിലുണ്ട് ഞാൻ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാനുണ്ട്, നമുക്ക് എന്തൊക്കെ കിട്ടാനുണ്ടെന്ന്. നാളെ മുതൽ നീ വേണം നമ്മുടെ സ്ഥാപനം നോക്കി നടത്താൻ. ഞാനോ? എൻ്റെ ചോരയും നീരും ആഗ്രഹമാണത്. ആ സ്ഥാപനം ഒരുപാട് ആളുകൾ അത് ചോദിച്ച് വിലക്ക് ചോദിച്ച് ഞാനത് കൊടുക്കാഞ്ഞിട്ടാണ്. എനിക്കത് മനസ്സ് വരണില്ല. ഞാൻ നിനക്ക് കഴിവില്ല പ്രാപ്തിയില്ല എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ നീ അത് നോക്കി നടത്തണം. ഞാനിങ്ങനെ നോക്കി നടത്താ? മനോഹരൻ നിന്നെ സഹായിക്കാനുണ്ടാവും. കാര്യം അവന് വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവനാണെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് അവന് നല്ല ധാരണയുണ്ട്. പിന്നെ അവൻ എവിടെ പോകാനാടി? നമ്മൾ പറഞ്ഞോട്ട് അവൻ ഒരിടത്ത് എടുക്കൂല. എല്ലാ കാര്യങ്ങൾക്കും അവൻ നിൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ അവനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. നീ അത് കൃത്യമായിട്ട് നോക്കി നടത്തണം. നിന്നെ കൊണ്ട് ആവുന്ന പോലെ ചെയ്. നിന്നെ കൊണ്ട് പറ്റില്ലാത്തൊരു സമയത്ത് വിളിച്ചു പറ, നമുക്കത് ആർക്കെങ്കിലും കൊടുക്കാം. ഇപ്പം അത് നല്ലോണം പോട്ടെ. ഞാൻ വരുമ്പോഴേക്കും നീ അത് നോക്കി നടത്തി അതും രക്ഷപ്പെടുത്തി എടുക്കണം. നിന്നെ കൊണ്ട് പറ്റും. നടത്തൂലേ? ആ അപ്പം നാളെ സീനൊന്നും ഉണ്ടാക്കരുത്. പറഞ്ഞതുപോലെ ചെയ്യണം കേട്ടോ. അമ്പിളി ഇറങ്ങാറായി. അമ്മാവന് തിരക്കുണ്ട്. അവൻ ഇറങ്ങിക്കോട്ടെ. ഞാനേ അവനെ കണ്ട് സംസാരിച്ചതാ. അമ്മാവൻ വാ, അവന് വിഷമാവില്ലേ? ഞാൻ ഇപ്പോൾ വന്ന ശരി അവരോട്. എന്താ വെച്ചാലേ ഒന്നുമില്ല, അവരോട് പോയിക്കോളാൻ പറയും. ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല. അതാ അത് സങ്കടമൊക്കെ ഇപ്പം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അമ്മാവൻ വന്നില്ല, അവന് സങ്കടം. അതാ ഇല്ല പുണ്യ, ആനന്ദം പോകുമ്പോഴും കൂടിക്ക് ഇത്ര വിഷമം ഉണ്ടായില്ല. അവന് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല പോണതേ. ഞാനും കൂടി നിർബന്ധിച്ചിട്ട് ഞാൻ സംസാരിച്ചാണ് അവനോടെ. പൊക്കോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൊക്കോ. ഞാൻ പറയാം. ആ
അച്ഛാ പങ്കിയന്തിയുടെ പങ്കിയമാവൻ വരുന്നില്ലെന്ന്. അവൻ പോണത് കാണാൻ വയ്യാത്ര. അവിടെ ഇരുന്നോളം പറഞ്ഞു ഞാൻ. അപ്പുണ്ണിയെ വേഗം ഇറങ്ങാൻ പറ അമ്പിളിനോട്. ബ്ലോക്ക് ഉണ്ടാവും വഴിയില്. ആ അമ്പിളിയെ ഇറങ്ങാൻ നോക്കട്ടാ. പോയിട്ട് വരാം. നന്നായി വാ കേട്ടോ. എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സിലൊക്കെ. ഓ ഒന്നുമില്ല, നന്നായി വരും. പോയിട്ട് വരാം. ആ പോട്ടാ, പോയിട്ട് വരാം. എന്താ നീ കാണിക്കണം അമ്പിളിയെ? എനിക്ക് പേടിക്കണ്ടാ. പൈസ കടം ചോദിക്കാൻ അമ്പിളിനി ഇല്ല. നീ പോടുന്നു കിണ്ടണം പറയാ. അമ്മ ചേച്ചി ഷാഹിന ചാ ഇറങ്ങട്ടെ ഷാഹിന. അപ്പം എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വരാൻ വിളിക്കാം. എന്താ നീ കാണിക്കണ? കരയാതിരിക്കും. ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരില്ലേ? അമ്പിളിക്കാക്ക് ധൈര്യം തരേണ്ടത് നീയല്ലേ?